ബിസിനസ്സാകട്ടെ, എന്ത് സ്ഥാപനമാകട്ടെ, അതിലേക്കൊന്നും പോവാൻ അദ്ദേഹത്തിന് തോന്നുന്നില്ല. അതുമായി നോക്കി നടത്താനുള്ളൊരു ചിന്താഗതിയും അയാൾക്കില്ല. സ്ഥാപനത്തിൽ പോകണമെന്നുള്ളൊരു ബോധവുമില്ല. അത് നോക്കി നടത്തണമെന്നുള്ള ചിന്തയും ആ മനുഷ്യനില്ല. അങ്ങനെ വരുമ്പോൾ അതും സിഹ്റിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അടുത്തത്, സുഹൃത്തുക്കളോടും ഉറ്റവരോടും ഉടയവരോടും ആവശ്യമില്ലാതെ കലഹിക്കുക. സുഹൃത്തുക്കളോട്, ഉറ്റവരോടും ഉടയവരോടും വെറുതെ കലഹിക്കുക. അതായത് സുഹൃത്തിനെ കാണുമ്പോൾ ദേഷ്യം പിടിക്കുക. വീട്ടിൽ ചെന്നാൽ ഭാര്യയോടും ഉമ്മാനോടും ഉപ്പാനോടും പെങ്ങന്മാരോടൊക്കെ ദേഷ്യം പിടിക്കുക. ഇതെന്താണ്? സിഹ്റിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. എല്ലാവരെയും വെറുപ്പോടെ വീക്ഷിക്കുക. എല്ലാ മനുഷ്യരെയും നമ്മളെന്താണ് വെറുപ്പോടെ ഇങ്ങനെ വീക്ഷിക്കുക. ആ മനുഷ്യൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു മനുഷ്യനെങ്ങനെ കുറ്റങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആ മനുഷ്യനെങ്ങനെ വെറുപ്പോടെ കാണുക. അതും സിഹ്റിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. 29-ാമത്തത്, ആരോടും മിണ്ടാതെ ഏകാന്തമായി പിറുപിറുക്കുക. ഒറ്റക്കിരുന്നു കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയാം. ഒറ്റക്ക് ഇങ്ങനെ ആലോചിച്ച് ഓരോന്നിങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആരോടും മിണ്ടാതെ ഒറ്റക്ക് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, പിറുപിറുക്കാണ്. അതും സിഹ്റിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണെന്ന് മഹാനായ തഹരീർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ സിഹ്റിൻ്റെ 29 അടയാളങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഈ അടയാളങ്ങൾ നമ്മുടെ വീടുകളിലോ നമുക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ, അതുപോലെ തന്നെ തലവേദന, നമ്മൾ ഒരുപാട് എൻ്റെ അടുത്ത് വരുന്ന കുറേ ആളുകൾ തലവേദനയുള്ള കാരണം ഡോക്ടർമാരടുത്ത് പോയി ഒരു പ്രശ്നവും ഡോക്ടർമാർ കാണുന്നില്ല. സ്കാനിങ്, MRI സ്കാനിങ്, എല്ലാ സ്കാനിങ്ങും ടെസ്റ്റുകളും നടത്തി ഒന്നും രോഗം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അസ്മായിൻ്റെ ചികിത്സാരികൾ അടുത്ത് ചെന്നുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് നമ്മൾ നോക്കുക. നമ്മളെ അടുത്തുള്ള ചികിത്സാരികളുണ്ടാവും, തങ്ങന്മാർ, ഉസ്താദുമാർ, ഏറ്റവും നല്ല പാരമ്പര്യമായി ചികിത്സ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ചെന്നിട്ട് പറയുക. അവർ അതിനുള്ള കർമ്മങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അതിനുള്ളത് ചെയ്തു തരും. അതുപോലെ തന്നെ ഒരു രോഗം വന്നു, ആ രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഡോക്ടർമാരൊന്നും പരിശോധിച്ചിട്ട് ഒരു ടെസ്റ്റിലും ഒരു പ്രശ്നവും കാണുന്നില്ല എങ്കിൽ ആ മനുഷ്യനിക്ക് എന്താണ്? സിഹ്റ് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ്. ആ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ചെയ്തു വെച്ച സിഹ്റുകളാണ്, അതിലാണ് ഈ രോഗങ്ങൾ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിലൊക്കെ ഉണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് അതിനെ ഒഴിവാക്കി കളയുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹറന്മാരുടെ ഷഹറിനെ തൊട്ട്, കണ്ണന്മാരുടെ കണ്ണിനെ തൊട്ട്, ഒയ്ബന്മാരുടെ ഒയ്ബിനെ തൊട്ട്, അസൂയക്കാരുടെ അസൂയയെ തൊട്ട്, മീമത്തിനെ തൊട്ട്, ഫത്താനികളുടെ ഫിത്നയെ തൊട്ട് അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കാവൽ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, അതുപോലെ ബദരീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ, ഉസ്താദുമാർ, അതുപോലെ തന്നെ എല്ലാവരുടെയൊക്കെ മലായിക്കത്തീങ്ങൾ, നല്ലവരായ ജിന്നുകളുടെ കാവിലൊക്കെ അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊന്നും ഒരാളുടെ ശർറിലും ഒരാളുടെ സിഹ്റിലും
പെടാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതുപോലെ ഈ ചികിത്സ ആർക്കെങ്കിലും അങ്ങനെ സിഹറിൻ്റെ അസുഖങ്ങൾ ഉണ്ട് എങ്കിൽ ഈ ചാനലിൻ്റെ ആദ്യം കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക. അതിൽ നമ്പറുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചിട്ട്, അത് എൻ്റെ നമ്പറാണ്, പക്ഷേ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചുകൊണ്ട് ചോദിക്കുക. അല്ലാത്തവർ ഫോൺ വിളിച്ച് ചോദിച്ചാൽ നമുക്ക് കഴിയുമെങ്കിൽ നോക്കി സിഹറുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരും നമ്പർ ഇതിൻ്റെ ഫസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. വീഡിയോസ് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്, 33 അരമണിക്കൂർ സമയമായി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ആവശ്യക്കാർ വിളിക്കുക, അനാവശ്യമായിട്ട് ആരും വിളിക്കരുത്. വാട്സപ്പിലൂടെ ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഈ വീഡിയോൻ്റെ ഫസ്റ്റിൽ നമ്മൾ കൊടുക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ്. എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ചികിത്സാരികളുടെ നമ്പർ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.